നമസ്കാരം. അങ്ങനെ ആ കഥയും ഔദ്യോഗികമായി പൊളിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസുകാർ ആക്രമണം നടത്തിയെന്നും മന്ത്രിയുടെ കഴുത്തുളുക്കിയത് അതുകൊണ്ടാണെന്നുമുള്ള CPMന്റെ പ്രചാരണം ഇന്ന് പൊളിഞ്ഞടുങ്ങി. കേസിൽ 5 പ്രവർത്തകരായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള 5 പേർക്കും ഇന്ന് തലശ്ശേരി ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. എന്തൊക്കെ പുകിലായിരുന്നു ഇതിൻ്റെ പേരിൽ ഈ നാട്ടിൽ നടന്നത്? ആരോഗ്യമന്ത്രിയെ KSU വധിക്കാൻ ശ്രമിച്ചുവെന്ന പച്ചക്കള്ളം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ശരിക്കും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുക മാത്രമായിരുന്നുവെന്ന് സംഭവസ്ഥലത്ത് ദൃക്സാക്ഷികളായിരുന്ന പോലീസുകാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഈ മൊഴി കോടതിയുടെ ശ്രദ്ധയിൽ വന്നതോടെയാണ് ഇന്ന് 5 KSU പ്രവർത്തകർക്കും ജാമ്യം അനുവദിച്ചത്. ഇതിൻ്റെ പേരിൽ സംസ്ഥാനമൊട്ടാകെ KSU പ്രവർത്തകർക്ക് നേരെ ആക്രമണത്തിന് SFI DYFI പ്രവർത്തകർ തുനിഞ്ഞിരുന്നു. കണ്ണൂരിൽ പൊതുപരിപാടി കഴിഞ്ഞ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ വന്ന മന്ത്രി വീണ ജോർജിന് നേരെ ഒരു സംഘം KSU പ്രവർത്തകർ കരിങ്കൊടിയുമായി മുദ്രാവാക്യം വിളിച്ച് പാഞ്ഞെത്തുകയായിരുന്നു. മന്ത്രിയുടെ 7 അയലത്തെത്താൻ പോലും ഇവരെ പോലീസ് സമ്മതിച്ചില്ല. എന്നാൽ മന്ത്രി ഇവർക്ക് നേരെ ചീറിപ്പാഞ്ഞ് അടുക്കുകയായിരുന്നു. മന്ത്രിക്കൊപ്പം സ്പീക്കർ ഷംസീറും സ്ഥലത്തുണ്ടായിരുന്നു. KSU പ്രവർത്തകരെ ചീറ്റപ്പൂലി പോലെ നേരിട്ട മന്ത്രി പിന്നീട് തിരികെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നപ്പോഴാണ് തനിക്ക് പെടലിക്ക് വേദന അനുഭവപ്പെടുന്നതായി അറിയിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടുകയുമായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ നടന്നതിന് നേർ വിപരീതമായിട്ടുള്ള പ്രചാരണങ്ങളായിരുന്നു. KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചെന്നും അവരുടെ ആക്രമണത്തിൽ മന്ത്രിയുടെ കഴുത്തുളുക്കിയെന്നും ഉള്ളതായിരുന്നു ഇവരുടെ പ്രചാരണം. ഒരു പടി കൂടി കടന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് KSU പ്രവർത്തകർ മന്ത്രിയുടെ കൈ പിടിച്ചൊടിച്ചുവെന്നും കഴുത്തൊടിച്ചുവെന്നുമായിരുന്നു. എന്നാൽ അന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ, ചാനലുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ, KSU പ്രവർത്തകർ തന്നെ എടുത്തിട്ടുള്ള മൊബൈൽ ദൃശ്യങ്ങൾ, അതുപോലെ സ്റ്റേഷനിലുണ്ടായിരുന്ന ക്യാമറകൾ, പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ക്യാമറകൾ എന്നിവയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം മന്ത്രിയുടെ സമീപത്തേക്ക് KSU പ്രവർത്തകർ എത്തിയിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുക. എന്നാൽ മന്ത്രിയെ അതിക്രൂരമായി ആക്രമിച്ചു എന്ന് ആരോപിച്ച് ഈ 5 പ്രവർത്തകരെയും പോലീസ് ജാമ്യമില്ലാ വകുപ്പിട്ട് കോടതിയിൽ ഹാജരാക്കി. വധശ്രമ കേസായതിനാൽ ഈ കുട്ടികൾക്ക് ജാമ്യം അനുവദിക്കുകയുമുണ്ടായില്ല. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് KSU പ്രവർത്തകർ മന്ത്രിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായത്. മന്ത്രിയുടെ അടുത്തേക്ക് KSU പ്രവർത്തകർ ചെന്നില്ലെന്നും അവർ കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും അവരുടെ കയ്യിൽ മാരകായുധങ്ങളോ കല്ലോ വടിയോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ മൊഴി നൽകി. എന്നാൽ മന്ത്രിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മന്ത്രിക്ക് നേരത്തെ തന്നെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അന്നേ ദിവസം മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പാട്, ഇടത് കയ്യിലുണ്ടായിരുന്ന ഒരു പാട് മന്ത്രിയെ ആക്രമിച്ചപ്പോൾ പറ്റിയ പരിക്കാണെന്നും മുറിവാണെന്നുമുള്ള തരത്തിൽ വ്യാപകമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ നേരത്തെ മന്ത്രിക്കുണ്ടായ മുറിവാണ് കയ്യിലുണ്ടായിരുന്നത് എന്ന് പഴയ ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി KSU പ്രതിരോധിച്ചിരുന്നു. പട്ടാപ്പകൽ നടന്ന സംഭവം, നൂറുകണക്കിന് ക്യാമറകൾ ദൃക്സാക്ഷികളായ നടന്ന സംഭവം, അത് മന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം, ഇവയെല്ലാം സർക്കാരിനും CPMനും തിരിച്ചടിയായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. എന്തായാലും അന്ന് കള്ളക്കേസിൽ പ്രതിയേർക്കപ്പെട്ട 5 പ്രവർത്തകർക്കും ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചു. മന്ത്രിക്ക് നേരെ KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായില്ല, സ്വാഭാവികമായ പ്രതിഷേധം മാത്രമാണ് അവർക്ക് നേരെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് പോലീസിൻ്റെ മൊഴിയോടുകൂടി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി അയോഗ്യനാക്കിയതും G സുധാകരൻ അമ്പലപ്പുഴയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുമായ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇന്ന് മന്ത്രിയുടെ ഈ കപട നാടകം സംബന്ധിച്ച വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി നൈസായി ഈ വിഷയത്തിൽ രക്ഷപ്പെട്ടുവെന്ന് വേണം കരുതാൻ.